സുനിൽ ശരത് പറഞ്ഞോളൂ. സുനിൽ, അതെ, അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്ന് സുനിലിലേക്ക് വന്നത്, ഷീജയ്ക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് ഒന്ന് പോകാനും അതിനനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാർക്ക് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഈ ഇടവേള ഒരു സഹായകരമാകും എന്നുകൂടി കരുതിക്കൊണ്ടാണ്. ഷീജയിലേക്ക് ഞാൻ വരാം. ഈ സമയത്ത് ഈ റിപ്പോർട്ട് കയ്യിലുള്ള സുനിൽ അതിൻ്റെ ഏതു ഭാഗമാണ് പരിശോധിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ശുപാർശകളാണ്. ഈ മൊഴികളിൽ നിന്ന് ഒന്നൊഴിയാതെ വന്നുകൊണ്ടിരിക്കുന്ന മൊഴികളും അനുഭവങ്ങളും ഒക്കെ ആളുകൾ പങ്കുവച്ചതിൽ നിന്നാണ് കമ്മീഷൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത്. അതിൻ്റെ അനുബന്ധമായി എന്തൊക്കെ തരം ശുപാർശകളിലേക്കാണ് വന്നിട്ടുള്ളത്? ഇപ്പോൾ സുനിൽ നോക്കിയാൽ അറിയാം, ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ ലൊക്കേഷനിലേക്കൊക്കെ ഈ അഭിനേതാക്കളൊക്കെ സ്ത്രീകളൊക്കെ പോകുമ്പോൾ രാത്രി കാലങ്ങളിൽ പോലും വലിയ തോതിൽ ഈ വാതിലിൽ മുട്ടും, വലിയ തരത്തിലേക്കുള്ള ബുദ്ധിമുട്ടുകളും ബലം പ്രയോഗിച്ച് കടക്കലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അനുവാദമില്ലാതെ പുരുഷന്മാർ അകത്ത് പ്രവേശിച്ചതിനെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കമ്മിറ്റി അങ്ങനെ എഴുതണമെങ്കിൽ ആ കമ്മിറ്റിക്ക് മുമ്പാകെ വന്നിട്ടുള്ള മൊഴികളിൽ നിന്നാണ് അത്തരമൊരു അനുഭവം ഈ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത്. അങ്ങനത്തെ അനുഭവങ്ങൾ കണ്ടെത്തിയ ബോധ്യപ്പെട്ട കമ്മിറ്റി എന്ത് നിഗമനമാണ്, എന്ത് ശുപാർശയാണ് വെച്ചിട്ടുള്ളത്? ഏത് ഭാഗമാണ് സുനിൽ പരിശോധിച്ചത്, വായിച്ചത്? ചേർത്തെ ഷീജ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില പോയിന്റ്സുകളാണ് ഈ റിപ്പോർട്ടിനകത്ത് ഞാൻ ഇപ്പോൾ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇവിടെ സിനിമാ മേഖലയിൽ നടിമാർ നേരിടുന്ന ഇത്തരത്തിലുള്ള പീഡനങ്ങൾ പുറത്തു പറഞ്ഞാലുണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഷീജ പറഞ്ഞു കഴിഞ്ഞു. അതിനോട് കണക്ട് ചെയ്ത് വെക്കുന്നതാണ്, ഇത്തരത്തിൽ എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിക്കഴിഞ്ഞാൽ ഫാൻസ് ക്ലബ്ബുകളുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള 219 പേജിനകത്ത് പറയുന്നുണ്ട്. അതായത് ദ ഫാൻസ് ക്ലബ്ബ് by giving them money and are excluded. The witness continued that the fan clubs are used to the tools demoralizing these several individuals in the film industry. Initially these clubs were deployed to shoot down the movies of people they dislike and ensure that the movies do not succeed. അതായത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൻസ് ക്ലബ്ബുകളെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പരാമർശം ഇതിനകത്ത് റിപ്പോർട്ടിനകത്തുണ്ട്. ഇത് വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടിൽ ഇങ്ങനെ പരാമർശിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് 248 പേജിൽ പറയുന്നതാണ്, ദ കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഈസ് ക്വൈറ്റ് റാമ്പന്റ് ഇൻ സിനിമ. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സിനിമാ മേഖലയിൽ ഡ്രഗ്സിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഒരു പാരഗ്രാഫിൽ തന്നെ വളരെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. ദ കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഈസ് ക്വൈറ്റ് റാമ്പന്റ് ഇൻ ദ സിനിമ. വൺ വിറ്റ്നസ് ഹു ഈസ് വെരി ഹൈ ഇൻ ദ ഫിലിം hierarchy stated that most people come to sets after drinking. പല ആളുകളും മദ്യപിച്ചുകൊണ്ടാണ് സെറ്റിൽ വരുന്നത്. ഇത്തരത്തിൽ മദ്യപിച്ചുകൊണ്ട് സെറ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മോസ്റ്റ് പീപ്പിൾ കം ടു സെറ്റ് ആഫ്റ്റർ ഡ്രിങ്കിങ്. യൂസ് ഓഫ് ഡ്രഗ്സ് ഈസ് ആൾസോ വിസ്പേർഡ്. അക്കോർഡിംഗ് ടു ദ വിറ്റ്നസ് ആൾമോസ്റ്റ് എവരിബഡി യൂസ് ഡ്രഗ്സ്. അതാണ് അതിനകത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് അഭിനയിക്കാൻ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് കടന്നു വരുന്നവർ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് വരുന്നു എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കണ്ടെത്തൽ ഈ റിപ്പോർട്ടിനകത്ത് പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവർ അതിന് ന്യായീകരണങ്ങളും കണ്ടെത്തുന്നു എന്നതാണ്. their justification according to the witness is that with the intoxicants the creativity goes up. When an actress was called for shooting, she did not go for shoot starting the that is at that time she was mood off. That is, അതായത് ഇതിനകത്ത് ഇത്തരത്തിൽ വരുമ്പോൾ ആ ആക്ട്രസ്, കൂടെ അഭിനയിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ആക്ട്രസ് അത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നതോടൊപ്പം തന്നെ മൂഡ് ഓഫ് ആയി പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് 248 പേജിൽ പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ഇതിനകത്ത് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് 249 പേജിൽ സൂചിപ്പിക്കുന്നത്. മലയാള ഫിലിം ഇൻഡസ്ട്രി ഹാസ് എ പവർ നെക്സസ് കംപ്രൈസ്ഡ് ഓഫ് ഹാൻഡ്ഫുൾ ഓഫ് പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് ആക്ടേഴ്സ് ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ദാറ്റ് കൺട്രോൾസ് ദ ഇൻഡസ്ട്രി. ഇത്തരത്തിൽ അതായത് ഈ സെക്സ്വൽ ഹറാസ്മെൻറ്റ് ഈസ് perpetrated by someone in the power nexus. The women are too scared to complain. Least they should be outset not just from the particular movie in which the incident happened.
അതായത് ഇത്തരത്തിൽ പ്രൊഡ്യൂസേഴ്സും അതുപോലെ തന്നെ ഡയറക്ടേഴ്സും വരെ ഇത്തരത്തിൽ സെക്സ്വൽ ഹറാസ്മെൻറ്റിൻ്റെ അതോറിറ്റി ആയിട്ട് അവരൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമായി നിൽക്കുന്നു എന്നുള്ളതാണ് 249 പറയുന്നത്. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശരത്തെ, ഇതെല്ലാം വളരെ സീനിയറായിട്ടുള്ള ആക്ട്രസ്മാർ മൊഴി നൽകിയിട്ടുള്ളതാണ്. അവരുടെ സാക്ഷ്യപ്പെടുത്തലുകളാണ്, അവർ കണ്ട കാര്യങ്ങളാണ് ഈ കമ്മിറ്റിക്കകത്ത് റിപ്പോർട്ടിൽ പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു കാര്യം ഇവരുടെ റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനകത്ത് പറയുന്നത് ഈ റെമ്യൂണറേഷൻ നിശ്ചയിക്കുന്നത് ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് അടങ്ങുന്ന ഒരു ടീമാണ്. അവിടെ വനിതകൾക്ക് അവരുടെ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള, അതായത് നമ്മൾ നേരത്തെ റിപ്പോർട്ടിനകത്ത് ഷീജ വ്യക്തമാക്കി കഴിഞ്ഞു, ഒരു സഹകരിക്കുന്ന തരത്തിലുള്ള നടിയാണ് എങ്കിൽ അവർക്ക് റെമ്യൂണറേഷൻ കൂടുതൽ എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. The perception of many men in film industry is another major reason for the low participation of women in cinema. Many witnesses stated that some men in the cinema believe that women who come to the cinema are available, that such girls and women are morally very loose. They do not realize that many girls and women come to this film industry out of sheer passion for action, acting or love for the art of form. Okay. Because of their misconceptions about women in cinema, they apply that the moral yardstick to all women in the movie and especially to the new actors. അതായത് ഇതിനകത്ത് ഇത്തരത്തിൽ വരുമ്പോൾ, അഭിനയിക്കുന്ന സാഹചര്യത്തിൽ വരുമ്പോൾ അതിനകത്തൊരു ക്ലാസിഫിക്കേഷൻ വെക്കുന്നു. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ആക്ട്രസ് ആണോ, അല്ലെങ്കിൽ അവർ അത്തരത്തിൽ വരുന്നില്ലേ എന്നുള്ള തരത്തിൽ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചുകൊണ്ട് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ട്. വിവേചനപരമായ അരുമാനൂര് സുനിൽ ഇപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം വിവേചനപരമായ ഒരു വേതന രീതി നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട സംഭവം അത് ഏറെ ഞെട്ടലുളവാക്കിയ, അതീവ ഗൂഢാലോചനയോടെ നടന്നിട്ടുള്ള ഒന്ന് എന്ന നിലയിൽ വല്ലാതെ എല്ലാവരെയും ഞെട്ടിപ്പിച്ച, മലയാള സിനിമയെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കുന്നതിന് ഇടവരുത്തിയ ഒരു സംഭവമായിരുന്നു. ആ സംഭവത്തെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളിൽ നിന്നാണ് ഒരു ഹേമ കമ്മിറ്റി രൂപപ്പെടുന്നത് തന്നെ. അങ്ങനെ രൂപപ്പെട്ട ഹേമ കമ്മിറ്റി കണ്ടെത്തുന്ന കാര്യങ്ങൾ ഒരു സിനിമാ സംവിധാനത്തെ ആകെ, ഒരു മലയാള സിനിമയെ ആകെ ഗ്രസിച്ച, അടിമുടി ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. അതിൽ വളരെ ഗൗരവമായ വിഷയങ്ങൾ ഇപ്പോൾ സുനിൽ അരുമാനൂരും അതുപോലെ തന്നെ ഷീജയും സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും അതുമായി ബന്ധപ്പെട്ടത് കൂടിയാണ്.